ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് വാട്സപ്പിൻ്റെ അകത്തും മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ തന്നെ എന്നെ വേദനിപ്പിച്ചു, അങ്ങനെ പറയാനാണ് താല്പര്യം. കാരണം എന്താ വെച്ചാൽ ഒരു വിധേനയും നമ്മുടെ ജീവിച്ച് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് BJPൻ്റെയും RSSൻ്റെയും ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നുമ്പോൾ ജീവൻ ഒടുക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. BJPയിൽ വർക്ക് ചെയ്യുന്ന ലസിത പാലക്കൽ നിരന്തരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ പല തവണകളിലായിട്ട് ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു കോടതിയിലേക്ക് നഷ്ടപരിഹാരത്തിന് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്കും കൂടി ഈ പറഞ്ഞതോണം മെയിൽ അയക്കണം, പ്രധാനമന്ത്രിക്ക് അയക്കേണ്ടത് ആ ഫോട്ടോ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല എന്ന് പറയാനും, അതേപോലെ മുഖ്യമന്ത്രിക്ക് ജീവിക്കാനുള്ള അനുമതി എല്ലാവരെ പോലെ എനിക്കും തരണം, എനിക്കിന്ന് ജീവിക്കാനുള്ള അനുമതി നിഷേധിക്കരുതെന്ന് പറഞ്ഞിട്ടും ആണ് കൊടുക്കാൻ വിചാരിച്ചത്. പക്ഷേ ഈ ലസിത പാലക്കൽ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. മാത്രമല്ല ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണെന്നും 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടെന്നുമാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് ഞാൻ കൊടുത്തതിൻ്റെ FIRൻ്റെ ഡീറ്റെയിൽ കൊണ്ടുവച്ചാൽ ഞാൻ താമസിക്കുന്ന ഏകദേശം 1 കോടിയോളം വിലമരുന്നും പ്രോപ്പർട്ടി അവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ആ സ്ത്രീക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും വേണ്ട, എന്നാലും അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ സത്യസന്ധമായിട്ട് പറയാൻ മടുത്തത് കൊണ്ടാണ് ഞാൻ നാളെയൊക്കെ ജീവിക്കുന്ന മെൻ്റലി വളരെ ടോർച്ചറായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ മരിച്ചതിന് ശേഷം നിയമത്തിന് കണ്ണു തുറക്കുന്നൊരു സമുദായം നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരോടായിട്ട് പറയാണ്, പലരുടെയും കുടുംബം നശിപ്പിച്ച ഒരാളാണ് ഈ ലസിത പാലക്കൽ എന്ന് പറയുന്നത്. എൻ്റെയും കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പഴയതുപോലെ റിക്കവറായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇതാ കൈയുടെ അവസ്ഥ ഇതാണ്. എന്നപ്പോൾ ഇനിയെങ്കിലും ഈ ലസിതയുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എന്നെ ഒന്ന് വെറുതെ വിടണം. നിങ്ങളുടെ കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു വിഷയവുമല്ല എന്നും നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ഗുരുവായൂർ പോകുന്നതാണ് വിഷയമെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവായൂർ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നു, ഹിന്ദുക്കളോട് ഓർഡർ മേടിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ തൊഴിൽ അതായതുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കളോട് ഓർഡർ മേടിക്കുന്നത്. അതുപോലും തടയുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് നിങ്ങൾ തടയാണെങ്കിൽ തടഞ്ഞു, എനിക്ക് വിരോധമല്ല, എനിക്ക് അതില്ലേ വേറൊരു പണി ചെയ്യാൻ പോകും. പക്ഷെ വ്യാജ പ്രചരണം നടത്തിയിട്ട് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഭാവി നശിപ്പിക്കരുത്. ദൈവം മുകളിലുണ്ട്, നീ ഉറപ്പിച്ചോ. ഞാൻ കണ്ണീര് കുടിച്ചിട്ടുണ്ടേ, നീ ആയിരിക്കില്ല കണ്ണീര് കുടിക്കുക. ആരാണെന്നുള്ളത് നീ കണ്ടറിയേണ്ടി വരും. ഏതായാലും ഇതാണ് എനിക്ക് സംഭവിച്ചത്.